അപ്പോൾ ഗായ്സ് ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ്. അപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഗോവയിൽ പോവല്ലേ, ഞാൻ ടിക്കറ്റ് എടുക്കാറ്. ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് പ്ലാൻ ഇട്ട് യാത്രയാണ്. പക്ഷേ ഓന് ട്രെയിന് തൂർന്ന് കിട്ടി, മേലാറ്റൂരിൽ നിന്ന് ഓനക്ക് ട്രെയിൻ കിട്ടി. പക്ഷെ ഇച്ച് തൂർന്ന് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വേഗം പെരിന്തൽമണ്ണ പോയിട്ട് കോഴിക്കോടേക്കുള്ള ബസ്സിൽ കയറി അതിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ കോഴിക്കോട് എത്താനായി തുടങ്ങി. ഏകദേശം കോഴിക്കോട് എത്തി. ഇപ്പോൾ അതാ നേരെ ഓട്ടോറിക്ഷ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ട്രെയിൻ ഇപ്പോൾ വരുന്നതാണ്. ഹായ് ഗായ്സ്, ട്രെയിനിൽ കയറിയപ്പോൾ മോനുവിനെ കണ്ടേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ട്രെയിനിൽ സംസാരിച്ചിരുന്നേ. നാളെ നേരത്തെ എണീക്കൊണ്ടുകൊണ്ട് വേഗം പെട്ടെന്ന് കടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റു. എന്തായാലും മോനൊക്കെ നല്ല ഉറക്കമാണ്. മോനിഞ്ഞ് ഉണർത്തണം. മോന് ഉണർന്നു. ഞങ്ങളിങ്ങനെ ഇനി എണീറ്റ് ഒരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. ഇന്നലെ രാത്രി പെട്ടെന്നില്ല പോലെയല്ല, ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഏതായാലും ഇനി പല്ല് തേക്കലും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ആദ്യം എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ, എന്നിട്ട് ബാക്കി പ്ലാനുകൾ ഇടണം. ഏതായാലും ഇനി എന്തായാലും ട്രെയിൻ ഒരുപാട് ലേറ്റാണ്. അവിടെ എത്തുമ്പോൾ എന്തായാലും ഉച്ച കഴിയും. ഏതായാലും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉറങ്ങാന്നുള്ള പ്ലാനാണ് ഞങ്ങൾ. ഏതായാലും ഉറക്കം കഴിഞ്ഞ് സെറ്റായി ഉറക്കം അടിപൊളിയായിട്ട് കിട്ടി. നീച്ച് പല്ലയച്ചിട്ട് ബാക്കി പരിപാടികൾ ട്രെയിൻ എവിടെ ഒരു സ്ഥലത്ത് പിടിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ഫുഡാണ്. ആൻറ്റിയിൽ ഇങ്ങനെ ഇഞ്ചിലൊക്കെ ഇങ്ങനെ ആകെ ഇളകി പറഞ്ഞാണ്ട് ആൻറ്റിയിൽ മറ്റേ ഫുഡ് മാതിരിയാണല്ലോ പൊട്ടി പിടിച്ചാണ്ട്. എൻ്റെ ഇന്നത്തെയാണോ ഇന്നത്തെയാണോ മക്കളെ പുറത്ത് പെരും മഴ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. മോനക്കുട്ടൻ എന്തായിരിക്കണം, മോനക്കുട്ടൻ ഫുള്ള് വൈബിലിരിക്കുകയാണ്. ഏതോ ഒരു ഗുഹൻ്റെ ഉള്ളത് തരംഗത്തിൻ്റെ ഇതാണ് നമ്മളെ കാറ് വണ്ടികളൊക്കെ കൊണ്ടുപോകുന്ന ചരക്ക് വണ്ടി. ഇവിടെ ഞങ്ങൾ നോക്കുമ്പോഴേ സുരാജ് പട്ടിയാക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ ഏട്ടൻ ബിസ്ക്കറ്റ് കൊടുത്ത് പട്ടിക്കാണ്. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ലോഡ് വണ്ടി വരുന്നുണ്ട്. ബിസ്ക്കറ്റ് കൊടുക്കലും നിർത്തിയൊക്കെ അടിച്ചാൽ വരികയാണ് പട്ടികൾ മൊത്തം. കോമഡിയാണ്. ഏതൊരു ട്രെയിനൊക്കെ കൂടി പിടിച്ചിട്ട് ഇങ്ങനെ ഡിലേ ആയി കഴിക്കാൻ ചിക്കൻ ബിരിയാണി കഴിക്കല്ലേ. ബിരിയാണിൻ്റെ കഥ പറയുമ്പോണ്ട ചത്ത പോയെന്ന് തോന്നുന്നു. ട്രെയിൻ ഏതായാലും ലേറ്റ്. അപ്പം നമ്മളൊന്ന് കടന്നുറങ്ങും. ഉച്ചമയക്കം അല്ലേ മോനോ? ഉച്ചമയക്കം വരികയാണെന്ന് അറിയില്ല. ഒരു ബിരിയാണി കഴിച്ച് ഒന്ന് ഉറങ്ങാണ്. ഗോവ ഇനി നമുക്ക് ഇറങ്ങാനോടത്തേക്ക് ഇനിയും പോകണം 1 മണിക്കൂർ. തിരക്കാണല്ലോ മോനോ, ആകെ തിരക്കാണല്ലോ അറിയാം ആൾക്കാര്. ഒരു ബാക്കിലല്ലേ അതങ്ങനെ നമ്മള് എന്താണ് തിവിൻ എത്തില്ലേ? നോർത്ത് ഗോവ വരുമ്പോ ഇവിടെ ഇറങ്ങണം ശരിക്കും അല്ലേ? എല്ലാരും ഗോവയിൽ ഇറങ്ങല്ലേ അല്ലേ? അപ്പൊ ഈ ട്രെയിനിലെ 2 പേരോടെ ഉണ്ട്. അവര് നമ്മളെടുത്താതെ ഹോട്ടലിൽ റൂം എടുത്തവരാണ്. അപ്പൊ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് വിളിക്കും, നമുക്ക് ഒരുമിച്ച് പോവാന്നാണ്. അപ്പൊ അവരെ തെരഞ്ഞിങ്ങനെ പോവാ. അവർ AC കമ്പാർട്ട്മെന്റിലാണ്. അവരടുത്തേക്ക് പോയിക്കൊണ്ട് ഗോവന്റെ മണ്ണിൽ കാലെത്തില്ലേ മോനോ? യെസ്, ഗോവ മണ്ണിൽ കാലെത്തിയില്ലേ? കാലെത്തി ഹോട്ടലിന്റെ റൂം എടുത്ത്. നല്ല മഴയാണ്, അടിപൊളിയാക്കണം എന്തായാലും. നാട്ടിലത്തെ മഴ പേടിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ആയാലും കൂടുതൽ മഴ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ഒരു മര്യാദ മഴ അല്ലേ? ഇടപ്പം മഴ അല്ലടാ, നാളെ മഴ ഉണ്ടാകാൻ സാധ്യതയല്ലോ അല്ലേ? നാളെ മഴ ഉണ്ടാകാൻ സാധ്യതയല്ലല്ലോ. ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേന് നൈറ്റ് ആയിട്ടോ. ഈ നൈറ്റ് കാഴ്ചകൾ എന്തായാലും കാണാം അവിടെ. ഏതായാലും ഇവിടുത്തെ നൈറ്റ് ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അത് കണ്ടിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടന്നുകൊണ്ടിരിക്കുകയാണ്.
നല്ല കാറ്റ്, കടലിൽ നല്ല കടൽക്കാറ്റും ഉണ്ട്. നിറച്ച് കച്ചവടക്കാരും ഉണ്ട്. ഒരുപാട് പേര് പപ്പും കാര്യങ്ങളൊക്കെ നല്ല ഉണർന്ന് നിൽക്കുന്ന ടൈം നട്ടപ്പോൾ അതിരായി. അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറച്ച് നേരമൊക്കെ അതിൽ കണ്ട് നടന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നൈറ്റ് പരിപാടി കഴിഞ്ഞ് ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. എന്താ പോകുന്നു ഉറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ നീച്ചിട്ട് അടുത്ത പരിപാടിയാണ് അല്ലേ? ഇന്നത്തെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നേരത്തെ ഉറങ്ങാനുള്ള പരിപാടി. നാളെ എണീറ്റ് സ്കൂട്ടിയൊക്കെ എടുത്ത് കറങ്ങാനൊക്കെ വേണം. ഗോവ ഫുള്ളായിട്ട് കാണണം എന്നാണ് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ തീരുമാനം. ഗോവ ഫുള്ള് കറങ്ങി അടിച്ച് കാണണം. അപ്പം ഞങ്ങൾ നാളെ കാണാൻ ബാക്കി. ഓക്കെ, ബായ്.